بسم الله الرحمن الرحيم आराम जिस बीमार को सारे ज़माने से न हो आराम जिस बीमार को सारे ज़माने से उठा ले जाए कौन के अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला अशरफिल मखलूकीन व अला आलिहि वसह്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കോഴിക്കോട് റേഞ്ച് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിക്കുന്ന ആശയ മുഖാമുഖം പരിപാടിയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. എന്തിനാണ് ആശയമുഖാമുഖം? ഇതുകൊണ്ട് എന്താണ് നേട്ടം? ഇതിന്റെ ആവശ്യകത എന്ത് എന്നതിനെ സംബന്ധിച്ച് ഇന്ന് കേരളക്കരയിൽ ഒരു വിശദീകരണത്തിന്റെ ആവശ്യം ഇല്ല. കാരണം ഈ മേഖലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ മേഖലയിൽ ധാരാളം മുഖാമുഖങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ആ മുഖാമുഖങ്ങളിലൂടെ ഒരുപാട് ആളുകൾക്ക് സത്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ അവസ്ഥകളിൽ മുഖാമുഖം കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ നേട്ടം നമ്മുടെ ഈ കോഴിക്കോട് പ്രദേശത്ത്, അതായത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ തിങ്ങി താമസിക്കുന്ന ഈ നഗരത്തിൽ ഈ സമയത്ത് തീർച്ചയായിട്ടും ഒരു മുഖാമുഖത്തിന്റെ ആവശ്യമുണ്ടെന്ന് കോഴിക്കോട് റേഞ്ച് സുന്നി ജമിയത്തുൽ മുഅല്ലിമീന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. യഥാർത്ഥമായ ദീനുൽ ഇസ്ലാം അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മാത്രമാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് വിഭാവനം ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിന്, ഈ ആദർശ പ്രസ്ഥാനത്തിന് ഒരു തരത്തിലും ആദർശ രംഗത്ത് അതിന് പാപ്പരത്വമില്ല. 100% മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും കാണിച്ചു തന്നതായ ദീനുൽ ഇസ്ലാമാണ് ഈ സുന്നത്ത് ജമാഅത്ത്. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിലും, ഒരു ആചാരപരമായ അതല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു വിഷയത്തിലും നമുക്ക് തെളിവില്ലാതെയില്ല. മക്കാമിൽ പോയി സിയാറത്ത് ചെയ്യുന്നതിന്, മഹാന്മാരോട് തവസ്സുലാക്കി പ്രാർത്ഥിക്കുന്നതിന്, അതുപോലെ തന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ ഖുത്ബയോതുമ്പോൾ അത് അറബിയിൽ തന്നെ ആവണമെന്ന കാര്യത്തിന്, ഇങ്ങനെ ഈ മുജാഹിദുകളും ജമാഅത്തുകാരും അതുപോലുള്ള ആളുകളും തർക്കത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും യഥാർത്ഥമായ മറുപടി, ഹക്കായ മറുപടി അത് തീർച്ചയായിട്ടും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കെല്ലാവർക്കും അറിയാം. ദീനുൽ ഇസ്ലാമിന് അതിന് തെളിവുകളുണ്ട്. അതല്ലാത്തതൊക്കെയും ബാത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഈ ആശയ മുഖാമുഖം ഇവിടെ സംഘടിപ്പിച്ചതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കോഴിക്കോട് റേഞ്ച് സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിക്കുന്ന ആശയ മുഖാമുഖമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സംശയ നിവാരണത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് കോഴിക്കോട് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കമ്മിറ്റി ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രദേശത്തുള്ള
ഒട്ടുമിക്ക ഇതര ആശയക്കാരായ പണ്ഡിതന്മാരെയും പ്രവർത്തകരെയും മാന്യമായി കത്തുകൊടുത്ത് നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. മൈക്ക് കെട്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് പകരം നേരെ വന്ന് ജനസമക്ഷം നമ്മുടെ ആശയങ്ങൾ തുറന്നു പറഞ്ഞ് അതിന് ആവശ്യമായ മറുപടികൾ നേടി സംശയങ്ങൾ തീർക്കലാണ് ബുദ്ധി എന്ന് ഓർമ്മപ്പെടുത്തി അതിന് ഈ തുറന്ന അവസരം നിങ്ങൾ പരമാവധി ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന മഹൽ വചനത്തിൽ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളാഹ്. അമ്മാ ബഅദ്. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. وقال النبي صلى الله عليه وسلم ثم لئن قام على قبري فقال يا محمد لأجيبنه رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع واللكم. نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ കുറിച്ച് പഠിക്കുവാനും അറിയുവാനും അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും വേണ്ടി ഈ നല്ല സന്ധ്യയിൽ നമ്മളിവിടെ ഒരുമിച്ചുകൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നല്ലവരായി ജീവിച്ച് നല്ലവരോടൊപ്പം നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കൂടുതൽ ആമുഖങ്ങളിലേക്കൊന്നും കടക്കാതെ നമ്മുടെ വിഷയസംബന്ധിയായ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തി ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. പ്രധാനമായും തൗഹീദ്, മൗലിദാഘോഷം, ആണ്ടുനേർച്ച, സ്ത്രീ ജുമാ ജമാഅത്ത് തുടങ്ങിയ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് സംഘാടകരിൽ നിന്ന് അറിയാൻ സാധിച്ചു. ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക ദഅവ പ്രവർത്തനവുമായി സമൂഹമധ്യേ ഇറങ്ങി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ച സത്യ വിശ്വാസികളായ ആളുകൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുകയും അവിടുത്തേക്ക് വേണ്ടി ജീവിക്കുകയും അവിടുത്തെ മദ്ഹുകൾ പറയുകയും അവിടുത്തെ ആശയം പ്രചരിപ്പിക്കുകയും ചെയ്ത സഹാബ കിറാം, അതേസമയം ആ ആശയത്തിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത ഒരു വിഭാഗവും അവിടെയുണ്ടായിരുന്നു. എന്നാൽ
ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു നടക്കുകയും യഥാർത്ഥത്തിൽ ഉള്ളിൽ വിശ്വാസമില്ലാതിരിക്കുകയും ചെയ്ത മൂന്നാമതൊരു ടീമും അവിടെയുണ്ടായിരുന്നു. ഇങ്ങനെ പരിഷ്കാരികളാണെന്ന് പറഞ്ഞു നടക്കുകയും അതേസമയം ഇസ്ലാഹികളാണെന്ന് പറഞ്ഞു നടക്കുകയും അതേസമയം യഥാർത്ഥ ഇസ്ലാഹി പാതയിലല്ലാതിരിക്കുകയും ചെയ്ത ഒരു വിഭാഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദ്, ആ ആളുകളോട് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, പ്രശ്നമുണ്ടാക്കരുത് എന്ന് പറയപ്പെട്ടാൽ ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹിന്റെ ആളുകളാണ്, ഇസ്ലാഹി പ്രവർത്തകന്മാരാണ്, മുസ്ലിഹുകളാണ് എന്നാണ് അവർ പറയുക. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ഇസ്ലാഹികളല്ല, മുസ്ലിഹുകളല്ല, അവർ ഫസാദിന്റെ ആളുകളാണ്. ഇങ്ങനെ ഒരു വിഭാഗത്തെക്കുറിച്ച് വിശ്വാസികളും എന്നാൽ കാഫിറുകളും അല്ലാത്ത, കാഫിറുകളെന്നോ അല്ലെങ്കിൽ മുഅ്മിനുകളെന്നോ പറയാതെ മറ്റൊരു ടേമിൽ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച ഒരു ടീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അവരുടെ അടയാളങ്ങൾ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഗനീമത്ത് സ്വത്തുക്കൾ വീതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഗനീമത്ത് സ്വത്തുക്കൾ ലഭിക്കുവാൻ വേണ്ടി, വാങ്ങുവാൻ വേണ്ടി, സ്വീകരിക്കുവാൻ വേണ്ടി ആളുകൾ ധാരാളം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. കൂട്ടത്തിൽ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിൽ ചേർന്ന ചില ആളുകളും ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാൾ ദുൽഖുവൈസറത്തു തമീമി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം തനിക്ക് ഗനീമത്ത് കിട്ടുമെന്ന വ്യാമോഹത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുറ്റിപ്പറ്റി നിന്നു. പക്ഷേ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഗനീമത്ത് സ്വത്തുക്കളൊന്നും കൊടുത്തില്ല. ഇത് അദ്ദേഹത്തിൽ കടുത്ത നിരാശ ഉളവാക്കി. അദ്ദേഹം പറയുകയുണ്ടായി, യഅ്ദിൽ യാ റസൂലല്ലാഹ്, നിങ്ങൾ നീതി പാലിക്കണം എന്ന് പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത മനോവൈഷമ്യം അനുഭവപ്പെട്ടു. അവിടുന്ന് ദേഷ്യം പിടിച്ചു. അവിടുന്ന് വളരെയധികം ദേഷ്യത്തോടുകൂടെ ചോദിച്ചു, ഫമൻ യഅ്ദിൽ ഇല്ലൻ യഅ്ദിൽ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലായ ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ ലോകത്താരാണ് നീതി പാലിക്കുക? മഹാനായ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ വല്ലാതെ ക്ഷുഭിതനായി. അവിടുന്ന് പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ ഹബീബേ, ഈ ദുഷ്ടനായ മനുഷ്യന്റെ കഴുത്ത് ഞാൻ വെട്ടട്ടെ, എനിക്കങ്ങൊരു സമ്മതം തരുമോ? മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം കൊടുത്തില്ല. അവിടുന്ന് പറഞ്ഞു, ഇല്ല, ഇവനിൽ നിന്ന് ഇവിടെ ധാരാളം ആളുകൾ വരാനിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സവിശേഷതകൾ, ആ വിഭാഗത്തിന്റെ സവിശേഷതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹം, ഈ വിഭാഗത്തിന്റെ ആളുകൾ അവർ ധാരാളമായി നിസ്കരിക്കുന്നവരായിരിക്കും, ധാരാളമായി നോമ്പ് നോൽക്കുന്നവരായിരിക്കും. നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ നിസ്കാരവുമൊക്കെ ചിലപ്പോൾ അവരെ അപേക്ഷിച്ച് മോശമാണോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവുക പോലും ചെയ്യും. യഖറഊനൽ ഖുർആൻ, അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. ലാ യുജാവിസു തറാഖിയഹും, ഖുർആൻ ധാരാളമായി ഓതുന്ന ഒരു ടീം, നിസ്കരിക്കുന്ന ഒരു ടീം, നോമ്പ് നോൽക്കുന്ന ഒരു ടീം. പക്ഷേ ഖുർആൻ അവരുടെ തൊണ്ടക്കുഴിയുടെ താഴോട്ടിറങ്ങുകയില്ല. ഖുർആൻ വായിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയുള്ള ടീം വരുന്നതാണ്. അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവസാനം മസീഹു ദജ്ജാലിനോട് കൂടെയായിരിക്കും അവരുണ്ടായിരിക്കുക. ഇവരുടെ ഒരു പ്രമുഖനായ നേതാവിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, ഇവരുടെ തലപ്പത്ത് ഒരാളുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ സവിശേഷത എന്താണെന്നറിയുമോ? അദ്ദേഹത്തിന്റെ കൈമുട്ടിന്റെ മുകൾ ഭാഗത്ത് സ്ത്രീകളുടെ സ്ഥലം പോലെ ഒരു ഭാഗം ഇങ്ങനെ ചീർത്ത് നിൽക്കുന്നുണ്ടാകും എന്നുപോലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ആരാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്? അബൂ സഈദ് റളിയല്ലാഹു അൻഹു ആണ്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന കാര്യം എന്താണെന്നറിയുമോ? സഹാബ, ഞാൻ ആ മനുഷ്യനെ കണ്ടു.
അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് വിശദീകരിച്ച കൈമുട്ടിനും ഇത് സ്ത്രീകളുടെ സ്ഥലം പോലെയുള്ള ആ മനുഷ്യൻ, അദ്ദേഹത്തെ ഞാൻ കാണുകയുണ്ടായി. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവിടുത്തേക്കെതിരെ പുറപ്പെട്ട ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ തലവനായ ഒരാൾ അദ്ദേഹത്തോട് അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരു ടീം ഖവാരിജുകളുടെ സവിശേഷതകളുള്ള, അതുപോലെ തന്നെ മുനാഫിക്കുകളുടെ സവിശേഷതകളുള്ള ഒരു ടീം ദജ്ജാൽ വരെ ഉണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതേ സവിശേഷതകളോട് കൂടി ഒരു ടീമിനെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ല. എന്തൊക്കെയായിരുന്നു ഈ മുനാഫിക്കുകളുടെ പ്രത്യേകതകൾ, അവരുടെ സവിശേഷതകൾ? ഒന്നാമതായി, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകളാണ്. അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹിനെതിരെ ശബ്ദിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നീതി പാലിക്കാൻ ദുൽഖുവൈസറത്തു തമീമി ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യപ്പെട്ട സംഗതികൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ മുനാഫിക്കുകൾ അവിടുത്തെ കുറ്റപ്പെടുത്തുകയാണ്. മാദാ ഖാല ആനിഫ, എന്താണിപ്പോ അയാൾ പറഞ്ഞത് എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു ടീമായിരുന്നു അത്. നമ്മുടെ ഒന്നാമത്തെ വിഷയം മൗലിദാഘോഷമാണല്ലോ. മൗലിദാഘോഷം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുക, അതിനുവേണ്ടിയുള്ള അവസരം സൃഷ്ടിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള കൂട്ടായ്മകൾ സൃഷ്ടിക്കുക. ഇതാണ് മൗലിദാഘോഷം കൊണ്ട് പ്രഥമമായും ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുക, അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മദ്ഹുകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഒരാളെ വെറുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഇല്ലാത്ത കെട്ടുകഥകൾ പറയുവാൻ ഞാൻ ഒരു പക്ഷേ ശ്രമിച്ചേക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് മോശമായ, അദ്ദേഹത്തിലുള്ള മോശമായ കാര്യങ്ങളായി പറയാനായിരിക്കും എന്റെ താല്പര്യം. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തെ തന്നെ എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ നേതാക്കന്മാരായ ആളുകൾ, അവരെ കുറിച്ച് എത്രയാ ഇവര് പ്രശംസിച്ച് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കെ എം മൗലവി എന്ന് പറയുന്ന ഇവരുടെ പ്രമുഖനായ ഒരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഇവർ ധാരാളമായി മദ്ഹ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. وكان في عدله بين الورى عمرا وفي نصيحته للناس لقمانا. കെ എം മൗലവിയെ കുറിച്ച് പാടുകയാണ്. സത്യം പറയുന്ന വിഷയത്തിൽ കെ എം മൗലവി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. വഹൈദറ ഫീ ശജാഅത്തിൻ, ധീരതയുടെ വിഷയത്തിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. വകാന ഫീ അദ്ലിഹി ബൈനൽ വറാ ഉമറാ, ജനങ്ങൾക്കിടയിൽ നീതി പാലിക്കുന്ന വിഷയത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. വഫീ നസീഹതിഹി ലിന്നാസി ലുഖ്മാനാ, ജനങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്ന വിഷയത്തിൽ ലുഖ്മാനുൽ ഹക്കീമായിരുന്നു. ആര്? കെ എം മൗലവി. അപ്പൊ കെ എം മൗലവി എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്ലസ് ഉമർ റളിയല്ലാഹു അൻഹു പ്ലസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്ലസ് അലി റളിയല്ലാഹു അൻഹു പ്ലസ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു സമം കെ എം മൗലവി. ഇങ്ങനെ കെ എം മൗലവിയുടെ മദ്ഹ് പറയുന്നു. നമുക്കതിൽ അത്ഭുതമില്ല. കാരണം ഏതെങ്കിലും ഒരാളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മദ്ഹ് പറയും, അത് തീർച്ചയാണ്. ഉമർ മൗലവിയെ കുറിച്ച് ഇവർ മാല പാടുകയുണ്ടായി. സ്വർഗത്തിലേക്ക് കുതിച്ചു ഹോ ചേതന, സ്വർഗത്തിലേക്ക് നേരെ അങ്ങ് കുതിച്ചു എന്നാണ്. ഒരാളെ കുറിച്ച് അയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ, അവർ തന്നെ ഈ വ്യക്തിയെ കുറിച്ച് ഉമർ മൗലവിയെ നേരെ മരിച്ചത് നേരെ സ്വർഗത്തിലേക്ക് അങ്ങ് കുതിച്ചു പോയി എന്ന അർത്ഥത്തിൽ ധാരാളം ഉണ്ട്. ഇൻഷാ അല്ലാഹ് സമയമാകുമ്പോൾ നമുക്ക് വായിക്കാം. ഉമർ മാല തന്നെ പാടാൻ എത്രയെങ്കിലും ഉണ്ട്. ഇങ്ങനെ ഉമർ മൗലവിയെ കുറിച്ച് മാല പാടി എന്തുകൊണ്ട്? അതിൽ നമുക്ക് അത്ഭുതമില്ല. ഉമർ മൗലവിയെ അവർ സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാണ്.
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് റബീഉൽ അവൽ മാസത്തിലോ റബീഉൽ ആഖിർ മാസത്തിലോ അല്ലാത്ത മാസത്തിലോ കൂടിയിരുന്നു കൊണ്ട് ആരെങ്കിലും ചെല്ലുമ്പോ ഇവർ ശിർക്കിന്റെ ഉമ്മാക്കിയുമായി കടന്നു വരുന്നു, അത് ശിർക്കാണെന്ന് ആരോപിക്കുന്നു, ബിദ്അത്താണെന്ന് പറയുന്നു, പാടില്ലെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൈപരീത്യം ഉണ്ടായത്? ഇവിടെ ഈ അടുത്ത് പ്രസംഗിക്കുന്ന ബാലുശ്ശേരി എന്ന് പറയുന്ന മൗലവി, അദ്ദേഹം പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ്. എവിടെയും പറഞ്ഞിട്ടില്ല. അതിനുവേണ്ടി ഒരു സംവാദത്തിന് തന്നെ ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സംവാദത്തിന് വെല്ലുവിളിക്കാൻ വേണ്ടി ഭയങ്കര ഉഷാറാണ്. പക്ഷേ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അങ്ങ് ചെന്നാൽ മുങ്ങുകയും ചെയ്യും. ഈ വ്യക്തി തന്നെ പൂനൂര്, ഈ അടുത്ത് ബാലുശ്ശേരി എന്ന് പറയുന്ന പൂനൂരടുത്ത് ഒരു സംവാദത്തിന് വേണ്ടി പ്രവർത്തകർ വെല്ലുവിളിച്ചു. എന്താ? ഇന്നമാ വലിയക്കുമുല്ലാഹു എന്ന ആയത്ത് ഇത്തിഹാസക്ക് തെളിവാണെന്ന് സമർത്ഥിച്ചാൽ അതിനുവേണ്ടി സംവാദത്തിന് തയ്യാറാണ്, റെഡിയുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഉടനെ തന്നെ നമ്മുടെ പ്രവർത്തകനെ കാണിച്ചെന്നു, റെഡിയാണെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു ഇപ്പൊ പറ്റൂല, ഇന്ന് എപ്പോഴാ പറ്റുകയെന്ന് ചോദിച്ചു. നാളെയാക്കാന്നാണ്. നാളെ തന്നെ വന്ന് പിറ്റേ ദിവസം തന്നെ നമ്മുടെ പ്രവർത്തകർ റെഡിയായി. പക്ഷെ മൗലവിയെ കാണാനില്ല. അപ്പോൾ അവിടുത്തെ മുജാഹിദ് പ്രവർത്തകന്മാർ പറഞ്ഞു, അല്ല ഞങ്ങൾ മൗലവിയെ പിടിച്ചുകൊണ്ടുവരാം. അങ്ങനെ വേറൊരു ദിവസം ഡേറ്റ് നിശ്ചയിച്ച് ഒക്കെ എഴുതി റെഡിയാക്കി. ഇന്ന് നമുക്ക് രണ്ടു കൂട്ടർക്കും പറ്റുന്ന ഒരു സ്ഥലത്ത് വെച്ചാക്കാമെന്നും വ്യവസ്ഥയിൽ എഴുതി. പക്ഷേ പിന്നീടതാ ഒക്കെ റെഡിയാക്കി വ്യവസ്ഥക്ക് എഴുതി നമ്മൾ പോന്നു. പക്ഷേ പിന്നെ അവർ പൊതുസ്ഥലത്ത് വെച്ച് നടത്താൻ തയ്യാറില്ല. രണ്ടു കൂട്ടർക്കും സമ്മതമുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ നടത്താൻ തയ്യാറില്ല എന്ന് പറഞ്ഞ് വീണ്ടും സംവാദത്തിൽ നിന്ന് മുങ്ങി. എന്നിട്ട് പച്ച നുണ വെബ്സൈറ്റിലൂടെ എഴുതി അഹ്സനി കുട്ടികൾ മുങ്ങി. സംഗതി സംവാദം മുടങ്ങിയതിന് ശേഷം നമ്മൾ അറിയുന്നത് തന്നെ. എന്നിട്ട് വെബ്സൈറ്റിലൂടെ പച്ച നുണ എഴുതുന്നു. എന്ത് സംവാദം? അഹ്സനിമാർ മുങ്ങി. പിന്നീട് മംഗലാപുരത്തിൽ സംവാദം നിശ്ചയിച്ചത് അതിന് ശേഷം അത് 25-ാം തീയതി നടക്കേണ്ടതാണ്, അത് ഇലക്ഷനാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി. എന്നിട്ട് ഇപ്പൊ പറയുന്നു ബാലുശ്ശേരിയിൽ സംവാദം നടക്കാത്തതുകൊണ്ട് ഇവിടെയും ഞങ്ങൾ സംവാദത്തിന് തയ്യാറില്ല. ഇങ്ങനെ മുങ്ങുക, വെല്ലുവിളിക്കാൻ ഉഷാറാ. പക്ഷേ അടുത്തെത്തുമ്പോൾ മുങ്ങുന്ന ഒരു ഏർപ്പാട് ഇവർക്ക് പണ്ടേ ഉള്ളതാ. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ഇങ്ങനെ ഈ മൗലവി പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആനിൽ ഒരിടത്തും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയണമെന്ന് പറഞ്ഞിട്ടില്ല. തയ്യാറാണ് അത്തരം സംവാദത്തിന്. ഞങ്ങൾ പറയുന്നു 1000 വട്ടം തയ്യാറാണ്. ഈ വിഷയത്തിൽ നമ്മളുമായി ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ? ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയണമെന്ന് ഖുർആനിൽ ഇല്ലത്രേ. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ മദ്ഹാണ്. മദ്ഹ് പറയണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മദ്ഹ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവി ഉയർത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നിങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുക. പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ വിശദീകരിച്ചത്. മഹാനായ അല്ലാമ ഇബ്നു കസീർ പറയുകയുണ്ടായി, ആകാശലോകത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഭൂമി ലോകത്തും നബിയുടെ മദ്ഹുകൾ ഉണ്ടായിരിക്കട്ടെ. ചില ആളുകൾ ആകാശത്ത് മൗലിദ് നടന്നാലും ഭൂമിയിൽ ഞങ്ങളത് സമ്മതിക്കുകയില്ല എന്ന രൂപത്തിലേക്ക് സങ്കുചിത മനസ്കരായി മാറുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ. അതുകൊണ്ട് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് നബിദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന മറ്റൊരു സംഗതി. അത് പറ്റുമോ? വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവീൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവീൻ. റഹ്മത്ത് എന്താ? അത് വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിച്ചു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് അനുഗ്രഹമാണ്, അനുഗ്രഹത്തിൽ സന്തോഷിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ മുജാഹിദുകൾ പറയുന്ന സംഗതി എന്താണെന്ന് അറിയുമോ? അത് രസകരമാണ്. ഈ ലക്കത്തെ കഴിഞ്ഞ ലക്കത്തെ വിചിന്തനം ഇവിടെയുണ്ട് എന്റെ കയ്യിൽ, ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. വിചിന്തനത്തിൽ അവർ എഴുതിയതെന്താ? ഒരു ചോദ്യം, കിണർ കുഴിക്കുന്ന സമയത്ത് വെള്ളം കണ്ടാൽ അതിൽ സന്തോഷിച്ചുകൊണ്ട് വല്ല മധുര പലഹാരവും കൊടുത്ത് സന്തോഷം പ്രകടിപ്പിക്കാമോ? അതിന് മറുപടി എന്താ? കിണറിൽ വെള്ളം കണ്ടാൽ സന്തോഷിക്കുക, ഉദ്യോഗക്കയറ്റം കിട്ടിയാൽ സന്തോഷിക്കുക, പരീക്ഷയിൽ വിജയിച്ചാൽ സന്തോഷിക്കുക. ഇതൊക്കെ മനുഷ്യ സഹജമായ സന്തോഷങ്ങളാണ്, അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല. പിന്നെ ഏതിലാ കുഴപ്പമുള്ളത്?
അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ സന്തോഷിക്കുന്നതിലാണോ? അത് കുഴപ്പമാ. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുനാഫിക്കുകൾക്ക് വെറുപ്പായിരുന്നു, വിദ്വേഷമായിരുന്നു. പിന്നെ ഇബ്ലീസിനും വെറുപ്പായിരുന്നു. അല്ലാമ ഇബ്നു കസീർ അവിടുത്തെ അൽ ബിദായ വൻ നിഹായ എന്ന കിതാബിൽ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിൽ ഇബ്ലീസ് അട്ടഹസിക്കുകയുണ്ടായി. അപ്പൊ ഇബ്ലീസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വെറുപ്പാ. അങ്ങനെ അവിടുത്തെ ജന്മത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുകയാണ് ചില ആളുകൾ. അതെന്താ? ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അയാളെ കുറിച്ച് എല്ലാ മദ്ഹുകളും അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ഐബും അയാൾ കാണൂല. നേരെ മറിച്ച് ഒരാളോട് ദേഷ്യമാണെങ്കിലോ, ഐബില്ലാത്ത ആളാണെങ്കിൽ പോലും ഐബുകൾ ചുക്കി ചകഞ്ഞ് ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കും. അതാണ് വിദ്വേഷത്തിന്റെ അടയാളം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതാപിതാക്കന്മാരെ കുറിച്ച് കാഫിറാണെന്നും മറ്റും ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി തെറ്റ് ചെയ്തിരുന്നു എന്നിവർ പറയുന്നത്. ഒരിക്കൽ ഉമർ മൗലവി എഴുതുകയുണ്ടായി, എന്തുകൊണ്ടെന്നാൽ പൂർണ്ണമായി കീഴ്പ്പെട്ട ഒരു മനുഷ്യനെ ലോകത്ത് കാണുകയില്ല. അള്ളാഹുവിന് പൂർണ്ണമായി ആരും കീഴ്പ്പെട്ടിട്ടില്ല. അപ്പൊ ഒരു സംശയം, അമ്പിയാക്കന്മാർ കീഴ്പ്പെട്ടിട്ടില്ലേ? അവരും കീഴ്പ്പെട്ടിട്ടില്ല. പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയവരാണെന്ന് കുറ്റബോധം സ്വയം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പുരക്കുകയും ചെയ്യുന്നവരായിരുന്നു. ആരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കം ആരും തന്നെ അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ടിട്ടില്ല എന്നായിരുന്നു മക്കയിലെ മുനാഫിക്കുകളുടെ വിശ്വാസം. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്, എന്ത്? എഴുതില്ല റസൂലല്ലാഹ്, എഴുതില്ല മുഹമ്മദ് നീതി പാലിക്കണം. അനീതി സംഭവിക്കാവുന്ന ഒരാളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാണോ മനസ്സിലാക്കിയത്? അല്ല, ഒരിക്കലുമല്ല. അവിടുന്ന് പറഞ്ഞു, ഹുവ റസൂലുള്ളാഹി ലം യഅസിഹി ഖന്ദഖ് യുദ്ധത്തിൽ ഹുദൈബിയ സന്ധിയിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവിടുന്ന് പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, ഹുവ റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂലാ, ലം യഅസിഹി, ഒരു തെറ്റും അവിടുന്ന് ഉണ്ടായിട്ടില്ല. വിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി പറഞ്ഞു, മാ വല്ല സാഹിബുക്കും വമാ ഗവാ, നിങ്ങളുടെ കൂട്ടുകാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുസ്ലിമീങ്ങൾ ഒന്നായി പറയുന്നു. പക്ഷേ അവിടത്തേക്ക് തെറ്റ് സംഭവിച്ചു, അനീതി സംഭവിച്ചു എന്ന് മുനാഫിക്കുകൾ അന്ന് പറയുകയുണ്ടായി. ഈ മുനാഫിക്കുകളുടെ അനുയായികൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയണമെന്ന് ഖുർആൻ പറഞ്ഞു. അവിടുത്തെ ജന്മത്തിൽ സന്തോഷിക്കണമെന്ന്, അവിടുത്തെ കൊണ്ട് സന്തോഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയുണ്ടായി. സ്വഹാബത്ത് അവിടുത്തെ കുറിച്ച് ധാരാളം മദ്ഹ് പറയുകയുണ്ടായി. എന്തൊക്കെയാ മദ്ഹ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മൗലിദ് പാടിയത്, ഇന്നർ റസൂല ലസൈഫുൻ യുസ്തദാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തിക്കൊണ്ട് മൗലിദ് പാരായണം ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതപ്പ് ഹദിയയായി നൽകിയ സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കുന്ന വരികൾ ധാരാളമായി കാണാൻ സാധിക്കും. പക്ഷേ മുനാഫിഖുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവി ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചതുപോലെ ഇന്നും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മദ്ഹ് പറയാൻ പാടില്ല എന്നൊരു വിധാനത്തിലേക്ക് റബീഉൽ അവ്വൽ മാസത്തിലാണെങ്കിലും റബീഉൽ ആഖിർ മാസത്തിലാണെങ്കിലും ഏത് മാസത്തിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ കൂടിയിരുന്ന് ആരെങ്കിലും പറഞ്ഞാൽ ബിദ്അത്താണ്, ശിർക്കാണെന്ന് പറയുവാൻ 1000 നാവുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾക്ക് ബറക്കത്തുകൾ കൽപ്പിച്ചവരായിരുന്നു സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും. ധാരാളം സംഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒരു ചെറിയ സംഭവം മാത്രം പറയട്ടെ. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന സമയത്ത് അവിടുത്തെ ശരീരത്തിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ വടിച്ചെടുത്ത സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാദാ തഫഅലീന മാദാ തസ്നഈന, എന്താണ് നീ ചെയ്യുന്നത്? അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വിയർപ്പ് ശേഖരിക്കുകയാണ്. അതെന്തിനു വേണ്ടിയാ? ലിത്വീബിഹി വബറകതിഹി, അതിന്റെ ത്വീബിന് വേണ്ടി, അതിന്റെ ബറക്കത്തിന് വേണ്ടിയാണ് അത് ശേഖരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത് ഖുറാഫിസമാണെന്ന് പറഞ്ഞു. ഇല്ല, മറിച്ച് പറഞ്ഞത് അസബുത്തി, യു ആർ കറക്റ്റ്, നിങ്ങൾ ചെയ്തത് ശരിയാണ്, നീ ചെയ്തത് ശരിയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ യെസ് പറയുകയാണ് ചെയ്തത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സഹാബികളുടെ വിശ്വാസമെങ്കിൽ അന്നുണ്ടായിരുന്ന മുനാഫിക്കുകളുടെ വിശ്വാസം എന്താണെന്ന് അറിയുമോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ ദുഷ്ടനായ നേതാവ്, അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം കേൾക്കാം. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള നല്ല സുന്നിയായ ഒരാളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലോ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെറുപ്പുള്ള മുനാഫിക്കായിരുന്നു. എല്ലാ സമയത്തും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കുറ്റം പറയും. ഇത് സഹിക്കുവാൻ അബ്ദുള്ളക്ക് സാധിച്ചില്ല. അബ്ദുള്ള ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എന്റെ പിതാവിനെ കൊല്ലുവാൻ എനിക്ക് അനുവാദം നൽകുമോ? അവിടുന്ന് പറഞ്ഞു, ലാ തഖ്തുൽ അബാക്, നിന്റെ പിതാവിനെ നീ കൊല്ലരുതേ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എന്റെ പിതാവിനെ കൊല്ലുവാൻ എനിക്ക് സമ്മതം തരുമോ? അവിടുന്ന് പറഞ്ഞു, ഇല്ല, നീ നിന്റെ പിതാവിനെ കൊല്ലരുത്. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും എന്റെ പിതാവ് വേദനിപ്പിക്കുന്നു, വിഷമിപ്പിക്കുന്നു, അവിടത്തേക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് എന്റെ പിതാവിനെ കൊല്ലുവാൻ എനിക്ക് സമ്മതം തരുമോ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖ്തുൽ അബാക്, ബാപ്പയെ കൊല്ലരുതേ. 3 പ്രാവശ്യം അങ്ങനെ പറഞ്ഞപ്പോ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കി അബ്ദുള്ള എന്ന കുഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയുമോ? എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അങ്ങൊന്ന് വുളൂ ചെയ്യണം, എന്നിട്ട് ആ വുളൂഇന്റെ മിച്ചമുള്ള വെള്ളം എനിക്ക് നൽകണം. അതെന്തിനാ? എന്റെ പിതാവിനെ ഒന്ന് കുടിപ്പിക്കാൻ വേണ്ടിയാണ്. ലഅല്ലഹു യുരീഹു ഖൽബഹു വയലീനു ഖൽബഹു, അവിടുത്തെ മനസ്സ് ഒന്ന് ശാന്തമായാലോ, നന്നായാലോ, എന്റെ ബാപ്പയൊന്ന് നന്നായാലോ, അതിനുവേണ്ടി അങ്ങ് വളൂ ചെയ്ത് അങ്ങയുടെ വളൂഇന്റെ ബാക്കി വെള്ളം ഞാൻ എന്റെ പിതാവിനെ കുടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളൂ എടുത്ത ബാക്കി വെള്ളം കൊടുത്തു. അത് നേരെ പിതാവിന് കൊണ്ടുപോയി കുടിപ്പിച്ചു. എന്റെ ഉമ്മാന്റെ മൂത്രം നിനക്ക് കുടിപ്പിച്ചുകൂടായിരുന്നോ? എനിക്ക് നിന്റെ ഉമ്മയുടെ മൂത്രം കുടിപ്പിച്ചുകൂടായിരുന്നോ? ഈ മുഹമ്മദിന്റെ വുളൂഇന്റെ ബാക്കി വെള്ളം കുടിപ്പിക്കണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളോട് ഏറ്റവും നികഷ്ടമായ രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി. ഇന്നും ചില ആളുകളെ നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിമുക്കിയ വെള്ളം സഹാബത്ത് അതിൽ നിന്നും രോഗശമനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അത് സ്നേഹത്തിന് വേണ്ടി, അതിൽ നിന്ന് പുണ്യം കിട്ടാൻ വേണ്ടി സഹാബത്ത് സൂക്ഷിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി, ഈ അടുത്ത പ്രദേശത്ത് പ്രസംഗിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ കേൾക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി സഹാബത്ത് പുണ്യത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ സഹാബത്ത് പുണ്യത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചതല്ല. ഇത് കളവാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആസാറുകളിൽ നിന്ന് ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, അതിൽ നിന്ന് ധാരാളം ഗുണങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരത് സൂക്ഷിച്ചു വെച്ചത്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പിയിൽ നിന്ന് അവിടുന്ന് തൊപ്പി നഷ്ടപ്പെട്ട സമയത്ത് ശക്തമായ പോരാട്ടം നടത്തി തൊപ്പി തിരിച്ചെടുത്ത സംഭവം നമുക്കറിയാം. സഹാബത്ത് ചോദിച്ചു, തൊപ്പിക്ക് വേണ്ടി ഇങ്ങനെ വേവലാതി പൂണ്ടത് എന്തിനായിരുന്നു? മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ തൊപ്പിക്കുള്ളിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയുണ്ടായിരുന്നു സഹാബ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതിനുവേണ്ടി സമരം ചെയ്തത് എന്ന് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോ കേവലം സ്നേഹത്തിന് വേണ്ടി മാത്രമല്ല, അതിൽ നിന്ന് പുണ്യമാഗ്രഹിച്ചതുകൊണ്ടും അതുപോലെ തന്നെ അതിൽ നിന്ന് ഗുണങ്ങൾ പ്രതീക്ഷിച്ചത് കൊണ്ടുമാണ് സഹാബത്ത് ഇതെല്ലാം സൂക്ഷിച്ചത് എന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അസാധാരണക്കാരനാണെന്നാണ് വിശ്വസിച്ചത്.
എന്നാൽ അന്നത്തെ മുനാഫിക്കുകൾ വിശ്വസിച്ചതോ സാധാരണക്കാരനാണെന്നാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയുണ്ടായി. എന്തു പറഞ്ഞു? ഇന്നീ ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെ പോലെയല്ല കേട്ടോ. ഇന്നീ ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, അല്ലാഹുവിന്റെ റസൂൽ അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ചു. ലാ യഖ്ഫാ അലയ്യ സുജൂദുക്കും, നിങ്ങളുടെ സുജൂദ് എനിക്ക് അവ്യക്തമല്ല. മുന്നിൽ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പിന്നിൽ വെച്ച് നിങ്ങൾ റുക്കൂഅ് ചെയ്യുന്നത്, നിങ്ങൾ സുജൂദ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. വലാ ഖുശൂഉക്കും, നിങ്ങളുടെ മനസ്സിലുള്ള ഭയഭക്തിയും എനിക്ക് അവ്യക്തമല്ല. കുപ്പിയുടെ അകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബേകമെന്നോണം എന്നോവരെന്ന് മുഹീദ്ദീൻ മാലിയിൽ പറഞ്ഞില്ലേ? അതുപോലെ മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യഖ്ഫാ അലയ്യ ഖുശൂഉക്കും, നിങ്ങളുടെ ഖുശൂഅ് എനിക്ക് അവ്യക്തമല്ല സഹാബ, നിങ്ങളുടെ ഖുശൂഅ് എനിക്ക് അവ്യക്തമല്ല. അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ് എന്ന്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണക്കാരനായിട്ടാണ് കണ്ടതെങ്കിൽ മുനാഫിക്കുകൾ സാധാരണക്കാരനായിട്ടാണ് കണ്ടത്. ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് സ്വഹാബത്ത് ഇങ്ങനെ പോവുകയാണ്. ഒരു ഉദാഹരണം, ധാരാളം സംഭവങ്ങളുണ്ട്. ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് സഹാബത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ശക്തമായ ഒരു കാറ്റടിച്ച സമയത്ത് സഹാബത്തിന്റെ ഒട്ടകങ്ങളൊക്കെ പല ഭാഗങ്ങളിലേക്കും ചിന്നിച്ചിതറിപ്പോയി. ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മദീനയിൽ റിഫാ എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. മദീനയിൽ റിഫാ എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ആ സമയത്താണ് പറഞ്ഞത്. തുടർന്ന് ഒട്ടകത്തെ നോക്കിയപ്പോൾ അള്ളാഹിന്റെ റസൂലിന്റെ ഒട്ടകത്തെ കാണുന്നില്ല. അപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബികളെ, എന്റെ ഒട്ടകം എവിടെയാണെന്ന് പോയി നോക്കൂ. ഇത് കേട്ട മുനാഫിക്കുകൾ പറയുണ്ടായി, ഇയാളുടെ കഥ എന്താ? മദീനയിൽ നടക്കുന്ന സംഭവം ഇയാൾ പറയുന്നു, പക്ഷേ സ്വന്തം ഒട്ടകം പോയത് എവിടെയാണെന്ന് പോലും അറിയുകയില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനെ കളിയാക്കിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇമാം റാജി ഉദ്ധരിച്ച സംഭവമാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുനാഫിക്കുകളിൽപ്പെട്ട ചില ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ കേട്ടോളൂ, എന്റെ ഒട്ടകം ഇന്നാലിന്റെ മലഞ്ചെരുവിൽ അതിന്റെ കടിഞ്ഞാൻ ഇന്ന മരത്തിൽ കുടുങ്ങി ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നുണ്ട്, പോയി നോക്കൂ എന്ന് പറയുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ഇവിടെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസാധാരണക്കാരനായി കണ്ടപ്പോ മുനാഫിക്കുകൾ സാധാരണക്കാരനായി കണ്ടു. ഇത് തന്നെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി സാധാരണ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പോലെ ജനിച്ചുവെന്നും സാധാരണക്കാർ വളരുന്നത് പോലെ വളർന്നുവെന്നും അങ്ങനെ സാധാരണ മനുഷ്യരെ കബറടക്കുന്നത് പോലെ കബറടക്കിയെന്നും സാധാരണ മനുഷ്യരുടെ ശരീരങ്ങളൊക്കെ ജീർണിച്ചു പോകുന്നത് പോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരവും ജീർണിച്ച് പോയിട്ടുണ്ടെന്ന് പോലും എഴുതി വെക്കാൻ ധൈര്യം കാണിച്ച ആളുകൾ കേരളത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നന്ന്. ഇതുപോലെ അന്നത്തെ മുനാഫിക്കുകളുടെ മറ്റൊരു ലക്ഷണമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് ചോദിക്കാൻ പാടില്ല എന്നത്. രണ്ടാമത്തെ വിഷയം തൗഹീദാണല്ലോ. നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് സാരിക്കാം. തൗഹീദിനെ കുറിച്ച് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് ചോദിച്ചാൽ തൗഹീദിൽ നിന്ന് പുറത്തായി പോയി എന്നാണ് ഇപ്പൊ ചില ആളുകൾ പറയുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടിയ വാദമാണെന്നറിയുമോ? ഇതും അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കിൽ നിന്ന് കിട്ടിയ വാദമാണ്. മുനാഫിക്കായ അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് സഹാബികളിൽപ്പെട്ട ചില ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ മനുഷ്യ, നിനക്കെതിരെ എത്ര ആയത്തുകളാണ് ഇറങ്ങിയിട്ടുള്ളത്? നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി എന്ന് മാപ്പ് ചോദിച്ചുകൂടെ നിനക്ക്? എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിച്ചുകൂടെ? എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കാരണം നിനക്ക് രക്ഷപ്പെട്ടാലോ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി മാപ്പ് ചോദിച്ചുകൂടെ എന്ന് പറഞ്ഞ സമയത്ത് അബ്ദുള്ള പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അബ്ദുള്ള പറഞ്ഞു, നിങ്ങൾ എന്നോട് ഷഹാദത്ത് ഉച്ചരിക്കാൻ പറഞ്ഞു, ഞാൻ ഷഹാദത്ത് പറഞ്ഞു. നിങ്ങൾ എന്നോട് നിസ്കരിക്കാൻ പറഞ്ഞു, ഞാൻ നിസ്കരിച്ചു. നിങ്ങൾ എന്നോട് നോമ്പ് നോൽക്കാൻ നിങ്ങൾ എന്നോട് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ സക്കാത്ത് നൽകി. അള്ളാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് ചോദിക്കൽ ശിർക്കാണെന്നും അതുകൊണ്ട് മുസ്ലിം ലോകമെല്ലാം മുശ്രിക്കുകളായി പോയി എന്നും പറയുന്ന ആളുകളാണല്ലോ കേരളത്തിലെ വഹാബികൾ. ഈ വിഷയം നേരത്തെ പറഞ്ഞൊരു വിഭാഗമുണ്ടായിരുന്നു. ആരാണെന്നറിയുമോ? അത് ഖവാരിജുകളാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് ചോദിക്കാൻ പാടില്ല എന്ന് മുനാഫിക്കുകൾ നേരത്തെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ അതിനുവേണ്ടി മുനാഫിക്കുകളായ ആളുകൾ ഒരുപാട് ആയത്തുകൾ മുഅ്മിനീങ്ങളെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി നേരത്തെ ഓതിയതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
മുനാഫിക്കുകൾക്ക് മുശ്രിക്കുകൾക്ക് വേണ്ടി ഇറങ്ങിയ ആയത്തുകൾ മുഅ്മിനുകളുടെ മേൽ വെച്ചുകെട്ടി അവരെ കാഫിറാക്കുന്ന പ്രവണത ഇന്ന് മുസ്ലിം ലോകത്ത് വളരെ കൂടുതലായി കാണുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ പിതൃത്വം ഖവാരിജികൾക്കാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഖലഖൂ ഇലാ ആയാത്തിൻ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. ഖവാരിജികൾ എന്ത് ചെയ്തു? ഇൻഖലഖൂ ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാർ, കാഫിരീങ്ങളുടെ പേരിൽ ഇറങ്ങിയ ആയത്തുകൾ, മുശ്രിക്കുകൾക്ക് വേണ്ടി ഇറങ്ങിയ ആയത്തുകൾ അത് മുസ്ലിമീങ്ങൾക്ക് ബാധകമാണെന്ന് പറയുകയും അലി റളിയല്ലാഹു അടക്കമുള്ള മുആവിയ റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബികളെയും താബിഈകളെയും താബിഈകളെയും ഒക്കെ മുനാഫിക്കുകളും മുശ്രിക്കുകളും ബാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഖവാരിജികൾക്കുണ്ടായിരുന്നു. അതേ സ്വഭാവം പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ശുപാർശയാക്കിയതിന്റെ പേരിൽ, ശുപാർശക്കാരനാക്കിയതിന്റെ പേരിൽ ഇതാ ചില ആളുകൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളാക്കുകയുണ്ടായി. അവരെ കൊല്ലൽ നിർബന്ധമാണെന്ന് പറയുകയുണ്ടായി. അവരുടെ മഹാന്മാരുടെ മക്ബറകൾ അടിച്ചു തകർക്കുന്ന അവസ്ഥ വരെ കേരളത്തിൽ പോലും ഉണ്ടായി. ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ, സൗദി അറേബ്യയുടെ ഭരണം കിട്ടിയാൽ പിറ്റേ ദിവസം തന്നെ മഖബറ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പച്ചക്കുബ്ബ തച്ചു തകർക്കുമെന്ന് പ്രഖ്യാപിച്ച ആളുകൾ കേരളത്തിൽ പോലും അത് പ്രാക്ടീസ് ചെയ്യുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് വഹാബികൾ എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇത്തരത്തിലുള്ള ഒരുപാട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ രക്തം നീന്തി കുടിച്ച പ്രസ്ഥാനമാണ്, രക്തക്കളത്തിലൂടെ നീങ്ങിയ പ്രസ്ഥാനമാണ് വഹാബിസം എന്ന് ചരിത്രത്താളുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ മുസ്ലിമീങ്ങളെ കാഫിറാക്കിയ ആളുകൾ എന്തിന്റെ പേരിലാ കാഫിറാക്കിയത്? മഴ തരണേ എന്ന് അള്ളാഹുവിനോട് മഴ തരണേ എന്ന് പറയുന്ന സമയത്ത് മഴ വരട്ടെ എന്ന് പറയുമ്പോൾ മഹാനായ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞാൽ മഴ വരികയാണ്. കനിയില്ലാത്ത കാലം അതാ കായ്ക്കനികൾ മുളക്കട്ടെ എന്ന് പറയുമ്പോൾ കായ്ക്കനികൾ മുളക്കുകയാണ്. ഈ രൂപത്തിൽ കനിയില്ലാ കാലം കനിയെ കൊടുത്തോവർ ചട്ടേറ്റകത്തിന് ജീവേരിടീച്ചോവർ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണല്ലോ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളാണ് എന്നിവർ പറഞ്ഞത്. എന്നാൽ ഇത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അങ്ങനെ ചെയ്യുന്നവരൊക്കെ അള്ളാഹുവാണ് എന്നും പ്രഖ്യാപിച്ച് പ്രസംഗിച്ച് ഖിയാമത്ത് നാൾ വരെ ഒച്ചയുണ്ടാക്കി ശബ്ദമലിനീകരണം ഉണ്ടാക്കിയ ആളുകൾ ദജ്ജാൽ വരുന്ന സമയത്ത് എന്താ അവർ പറയുക? ദജ്ജാൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു മനുഷ്യനെ രണ്ട് ചീന്താക്കുന്നു, അദ്ദേഹത്തിന്റെ നടുവിലൂടെ നടക്കുന്നു, എന്നിട്ട് ആ മനുഷ്യന് ജീവൻ നൽകുന്നു. കഴിഞ്ഞ ലക്കത്തെ ഇസ്ലാഹിൽ പോലും എഴുതിയിട്ടുണ്ടല്ലോ, ദജ്ജാൽ ചെടികൾ മുളപ്പിക്കുമെന്നും മഴ വർഷിപ്പിക്കുമെന്നും മരിച്ചവർക്ക് ജീവൻ നൽകുമെന്നും. എങ്ങനെയാ ദജ്ജാലിന് സാധിക്കുമോ? സത്യേജകത്തിന് ജീവനടിക്കുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവാണ് എന്ന് ഭാഷയിൽ പ്രസംഗിക്കുന്ന ആളുകൾ ദജ്ജാൽ വന്നിട്ട് പറയുന്നു ഞാൻ അള്ളാഹുവാണ്. എന്താ കേരളത്തിലെ വഹാബികൾ എങ്ങനെയാ അതിനെ പ്രതിരോധിക്കുക? അവർക്ക് പറയാൻ സാധിക്കുമോ അള്ളാഹു അല്ല എന്ന്? കാരണം ഇത്രയും കാലം പറഞ്ഞതെന്താ? ഇത് അള്ളാഹുവിന് മാത്രം സാധിക്കുന്നതാ. ദജ്ജാലിൽ എന്നുകൊണ്ട് അള്ളാഹുവിന് മാത്രം സാധിക്കുന്നു എന്ന് വഹാബികൾ പേർത്തും പറയുന്ന കാര്യങ്ങൾ ദജ്ജാൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് യെസ് മൂളുവാൻ മാത്രമേ, റാൻ മൂളികളാകുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ബാങ്കിന്റെ സമയം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ശേഷം പറയാം, അല്ലെങ്കിൽ പിന്നുള്ള ചോദ്യോത്തര സമയത്ത് വിശദമായി സംസാരിക്കാം. ഇങ്ങനെ ദജ്ജാലിന്റെ ടീമിന് ഒരു കൂടെ നിൽക്കുമ്പോൾ വേറൊരു ടീം അതാ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ വന്ന് യാ മുഹമ്മദ് എന്ന് നേരിട്ട് ഇസ്തിഗാസ ചെയ്യുന്ന സമയത്ത് ഏതാണ് സത്യമെന്ന് നമുക്ക് വ്യക്തമാകും. ഇവിടെയുള്ള ആശയ പ്രതിസന്ധികളെല്ലാം അപ്പോൾ തീരും. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിൽക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനെ നേരിട്ട് വിളിക്കുന്ന ഈസാ നബിയോടൊപ്പം നിൽക്കാം. ഇതുപോലെ ഞാനാണ് അള്ളാഹു എന്ന് വാദിക്കുന്ന ദജ്ജാലിനോട് കൂടെ ചേരുവാൻ ചില ആളുകൾ ഉണ്ടാകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് മാത്രം പറയുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق
ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وقال سيدنا محمد صلى الله عليه وسلم: أنا سيد ولد آدم يوم القيامة شفيعنا وحبيبنا محمد رسول الله صلى الله عليه وسلم. يا سادة البدر السلام عليكم نرجو الغياث ونحتمي بهما مستيقنين بفضلكم وعلاكم فتقبلوا برضاكم رضي الله عنكم وزد عرفاننا يا الله. يعلم أمة سيدنا ومولانا محمد. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, സഹോദരന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കർമ്മോത്സുകരായ പ്രവർത്തകർ, പ്രസംഗം തുടങ്ങുകയല്ല, വിഷയാവതരണവും ഉദ്ഘാടന പ്രസംഗവും ഒക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഇനിയും സംസാരിക്കുന്നില്ല. നമ്മുടെ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഭാഗം ചോദ്യോത്തര സെഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന്റെ ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാ സഹോദരങ്ങളും വളരെ അച്ചടക്കത്തോടെ നിഷ്പക്ഷ ബുദ്ധിയോടെ പരിപാടിയുടെ ആദ്യാവസാനം വരെ പങ്കെടുക്കണമെന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്. നമ്മുടെ ലക്ഷ്യം ആഖിറത്തിലേക്കുള്ള നമ്മുടെ ജീവിതത്തിന്റെ വിജയം മാത്രമായിരിക്കണം. സംശയങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. അത് തീർക്കാനുള്ള അവസരമാണ് നമ്മുടെ സംഘാടകർ വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ കടമയാണ്. അതിന്റെയും പുറമെ ഈ പ്രദേശത്തുള്ള വഹാബികൾക്കും മുജാഹിദുകൾക്കുമൊക്കെ ഔദ്യോഗികമായി തന്നെ നമ്മുടെ സംഘാടകർ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്ത് കൊടുക്കുകയും അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കാൻ അവസരമില്ല എന്ന് പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ വന്ന് കാളമൂത്ര പ്രസംഗം നടത്തുന്നതിന്റെ പകരം അഹ്ലുസുന്നത്തി വൽ ജമാഅയും അതിന്റെ വിരോധികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ അത് ചോദിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ ആ ആണത്വം തെളിയിക്കുകയാണ് വേണ്ടത്. വളരെ വ്യക്തമായി പറയാനുള്ളത്, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൂടെ നമ്മുടെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഈമാൻ കവർന്നെടുക്കാൻ വേണ്ടി ഊരുതണ്ടുന്ന ആളുകളോട് പറയാനുള്ളത്, ഇത്തരം ബാലിശമായ ഏർപ്പാടുകൾ നിർത്തിവെച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയങ്ങളെ തകർക്കാൻ നിങ്ങൾ ഒരുക്കമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വരിക, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. വളരെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങളാണ് ഇന്നത്തെ മുഖാമുഖത്തിന് വേണ്ടി നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥനയാണല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്ന സുന്നികളുടെ പേരിൽ അവർ അല്ലാത്തവരെ ആരാധിക്കുന്നു എന്ന വളരെ ശക്തമായ കളവ് വെച്ചുപിടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ വിഭാഗം പുത്തൻവാദികളും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട, തൗഹീദുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നമ്മൾ മുൻഗണന നൽകുന്നു. എല്ലാം അതാണല്ലോ അടിത്തറ. അതുകൊണ്ട് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതെന്തായാലും കുഴപ്പമില്ല. മക്കാമുൽ ശിരിക്കിന്റെ വിശ്വാസമാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏത് വിഷയമാണെങ്കിലും തൗഹീദിന്റെ പരിധിയിൽ വരുന്ന വിഷയമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. രണ്ടാമതായി വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് സ്ത്രീ പള്ളി പ്രവേശം. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിന്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ച സ്ത്രീ സമൂഹത്തെ അവരുടെ കുൽസിത ശ്രമങ്ങൾ നടത്തിയിട്ട് എന്തോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട പെൺകുട്ടികളെയും സഹോദരിമാരെയും വീട് വിട്ട്
ഇറങ്ങി തിരിച്ച് പള്ളികളിലേക്ക് ആട്ടിത്തെളിക്കുന്ന സംഭവം, ആ സംഭവത്തിനെതിരെ അഹ്ലുസുന്ന എപ്പോഴും ജാഗ്രതയിലിരിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണോ വേണ്ടേ എന്ന വിഷയവും ഇൻഷാ അല്ലാഹ് നമ്മുടെ മുഖാമുഖത്തിന്റെ ചർച്ചിക്കപ്പെടേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ വേറൊരു വിഷയമുള്ളത് ആണ്ടു നേർച്ചയും നേർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പേരിൽ ഇല്ലാത്ത കളവുകളും ദുരാരോപണങ്ങളും ഉന്നയിക്കാൻ പറ്റിയ ഒരു മേഖലയായതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഈ അടുത്ത് വളരെ കൂടുതൽ ചർച്ച ചെയ്ത നബിദിനാഘോഷം വരുമ്പോ, റബീഉൽ അവ്വൽ വരുമ്പോ വീട് വിടാന്തോറും കയറിയിട്ട് ഇത് റസൂലുള്ളാഹിയുടെ ശ്രദ്ധയിൽപ്പെട്ടതല്ല എന്ന് പറയുന്ന ആളുകൾ, അവരോട് പറയാനുള്ളത് അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള സദസ്സാണ്. ഇൻഷാ അല്ലാഹ് മറുപടി പറയുന്നതാണ്. അതുപോലെ തന്നെ ഈ 4 വിഷയങ്ങൾ വളരെ ശക്തമായി നമ്മൾ സെലക്ട് ചെയ്തത് ഇന്ന് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമായതുകൊണ്ടാണ്. അങ്ങനെ ഈ വിഷയത്തിലുള്ള സംശയങ്ങളാണ് ഇന്ന് നമ്മുടെ സദസ്സിൽ ഉന്നയിക്കപ്പെടേണ്ടത്. അത് പ്രത്യേകം പറയാനുള്ള കാരണം, മസ്അലപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റു ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ ഇത് ചോദിക്കേണ്ട അവസരമല്ല. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ വേറൊരു സദസ്സ് സംഘടിപ്പിക്കാം. അതുപോലെ സുന്നികൾ തമ്മിലുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങളോ അതുപോലെ മുജാഹിദുകൾ തമ്മിലുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങളോ അതും ഇവിടെ ചോദിച്ചാൽ ഉത്തരം പറയുന്നതല്ല. അപ്പോ നമ്മുടെ ഈ വിഷയത്തിൽ അഹ്ലുസുന്നയും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന സെലക്ട് ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ചോദ്യത്തിൽ വരേണ്ടത്. അതോടൊപ്പം ഒന്നുകൂടി പറയുന്നു, സുന്നികൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. ചിലപ്പോ നാളെ പറയും അത് സുന്നികൾ തന്നെ ചോദിച്ചു. കുടുങ്ങിയപ്പോ മുജാഹിദ് പറയുന്ന ഒരു പരിപാടിയാണ്, ചോദ്യം ചോദിക്കാൻ വരികയില്ല, എന്നിട്ട് നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ചോദ്യം ചോദിക്കും. നാളെ പറയും അത് അവര് തന്നെ ചോദിച്ചു. ഞങ്ങൾ ആദ്യം തന്നെ പറയുന്നത് സുന്നികൾക്ക് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നൊരു നിബന്ധന ഇല്ല, മറിച്ച് ചോദിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ചോദിക്കാം, സുന്നി ആയാലും കുഴപ്പമില്ല, മുജാഹിദ് ആയാൽ പിന്നെ വളരെ നന്നായി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണല്ലോ, സുന്നികൾക്ക് ചോദിക്കാം, യാതൊരു കുഴപ്പമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളാണ്, ഞങ്ങൾ കേട്ട സംശയങ്ങൾ എന്ന് നിൽക്ക് അവർക്ക് ചോദിക്കാം, അതിനിവിടെ വിരോധമില്ല. നാളെ ആ നമ്പർ ഇറക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ സുന്നി കേരളം കണ്ടതാണ്. നിങ്ങൾക്ക് കഴിയാത്ത കാര്യമാകുമ്പോ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ച് അതിനെ തകർക്കുന്നതിന്റെ പകരം നേരെ വന്ന് ചോദ്യം ചോദിക്കാനാണ് തയ്യാറാവേണ്ടത്. പല മുഖാമുഖവും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഈ അടുത്ത് നമുക്കറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിലെ എളമരത്ത് മുഖാമുഖം നടന്നു. വളരെ നല്ല പരിപാടിയായിരുന്നു. 11 മണിക്ക് മുജാഹിദുകൾ വന്ന് പ്രശ്നമുണ്ടാക്കിയിട്ട് അവര് പറഞ്ഞു ഇതുവരെ ചോദിച്ചത് സുന്നിയായിരുന്നു. നമ്മൾ പറഞ്ഞു എന്നാ പിന്നെ നീ മുജാഹിദാണല്ലോ, നീ ചോദിച്ചോളൂ, പ്രശ്നം തീരുമല്ലോ. അതിനവര് തയ്യാറുമല്ല. അപ്പൊ അങ്ങനെ ആ രൂപത്തിലുള്ള തട്ടിപ്പുകൾ വേണ്ട. അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഈ വിഷയങ്ങളിൽപ്പെട്ട ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. അത് ഉപയോഗപ്പെടുത്തുക, അതാണ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് മറുപടി ചോദ്യത്തിന്റെ ശൈലി അനുസരിച്ചിരിക്കും. നല്ല രൂപത്തിൽ മനസ്സിലാവണമെന്ന രൂപത്തിൽ ചോദിച്ചാൽ അതേ രൂപത്തിൽ തന്നെ മറുപടിയും പറയും. നമ്മളെ കൊടുക്കണമെന്ന ഉദ്ദേശത്തിലാണെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഏത് മൗലവിമാര് വന്നാലും നമുക്ക് പ്രശ്നവുമില്ല. ബാലുശ്ശേരി അപ്പുറത്തന്നെ ഉണ്ട് എന്നാ കേട്ടത്. മൂപ്പരെ പരിപാടി നിർത്തിവെച്ച് ചോദ്യം ചോദിക്കാൻ വന്നാലും നമ്മളെ വളരെ നന്നായി സ്വീകരിക്കും. പക്ഷെ ആ സാധനത്തിന്റെ കയ്യിൽ മരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ആ സാധ്യത ഞങ്ങൾ അവിടെ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഖിയാമത്ത് നാൾ വരെ, അതും വെറും പ്രവർത്തകരായ വളരെ കൂടുതൽ ആലിമീങ്ങൾ ഉള്ള ഈ നാട്ടിൽ വളരെ ചെറിയ പ്രവർത്തകരായ SSFന്റെ സാധാരണ പ്രവർത്തകർ മാത്രമാണ് ഈ വേദിയിലുള്ളത്. എന്തുകൊണ്ട്? അതുമാത്രം അഹ്ലുസുന്നയുടെ വിശ്വാസം തെളിയിക്കാൻ അത്ര മതി. കാരണം അപ്പുറത്തുള്ളത് 0 പോയിന്റിലാണ്, ഒന്നുമില്ല. വഹാബികൾ ഒന്നുമല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരൊന്നുമല്ല എന്ന ബോധം കൊണ്ട് തന്നെയാണ്. അത് തകർക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം എന്ന് വഹാബികളോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനിയും നീട്ടുന്നില്ല. ചോദ്യകർത്താക്കളെ നമ്മുടെ സദസ്സിലേക്ക് ക്ഷണിച്ചുപോയി ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ വിരാമമിടുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ LCD കൂടി നമ്മൾ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൂടി ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് വഹാബിസത്തിന്റെ ആ കപടമുഖങ്ങൾ ഒന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തി നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വഹാബി ജമാഅത്ത് തുടങ്ങിയ ആദർശമുള്ള കുറച്ചെങ്കിലും ആളുകളുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ആൺകുട്ടികളാണെങ്കിൽ ധൈര്യസമേതം പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ച് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേക ചെയറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ധൈര്യമായി കടന്നു വരണമെന്ന് വിനയപൂർവ്വം വീണ്ടും ആവശ്യപ്പെടുകയാണ്. മുശ്രിക്കാണെന്ന് പരസ്യമായി പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന, അതിൽ പങ്കെടുക്കുന്ന വഹാബി സുഹൃത്തുക്കളെ ദയവ് ചെയ്ത് ആ പരിപാടി നിർത്തിവെച്ചുകൊണ്ട് നല്ല രൂപത്തിൽ പണ്ഡിതർ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾക്കുള്ള മുഴുവൻ സംശയങ്ങളും തൃപ്തി വരുന്നതുവരെ മറുപടി കേൾക്കുന്നതിന് നല്ല രൂപത്തിൽ കടന്നു വരിക. നിങ്ങൾക്ക് സംശയം ചോദിക്കാം, തൃപ്തികരമായ മറുപടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ ദയവുണ്ടായി ഒരു കാര്യം ചോദിക്കുന്നു. ഇതുപോലെ ഒരു സദസ്സ് ഇടിയങ്ങരയുടെ മണ്ണിൽ, അല്ല കുറ്റിച്ചിറയുടെ മണ്ണിൽ, ഈ പ്രദേശത്തെവിടെയെങ്കിലും നിങ്ങൾ പണ്ഡിതന്മാരെ കൊണ്ടുവന്നുകൊണ്ട് ഇതേ രൂപത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ഇരുത്തി തന്നാൽ നിങ്ങളെ ധൈര്യപൂർവ്വം വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇങ്ങനെയൊരു മുഖാമുഖമെങ്കിലും നിങ്ങൾ സംഘടിപ്പിക്കുക. ആ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ചോദ്യം ചോദിക്കുവാൻ SYSകാരായ ഞങ്ങൾക്കൊരു അവസരമെങ്കിലും തരണേ എന്ന് വിനയപൂർവ്വം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾക്കുണ്ടാകുന്ന സംശയവും ചോദിക്കാം. നമ്മൾ വഹാബികളെ കാത്തിരുന്നാൽ മുഖാമുഖം നടത്താൻ പറ്റില്ല. കാരണം പലപ്പോഴും അവര് ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഫൈസൽ അഹ്സൻ സൂചിപ്പിച്ചല്ലോ, എല്ലാ സ്ഥലങ്ങളിലും സംവാദങ്ങളിൽ നിന്ന് വരെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മംഗലാപുരത്ത് 2 മാസം മുമ്പ് നമ്മൾ വ്യവസ്ഥ എഴുതി. അങ്ങനെ വഅന്നൽ മസാജിദലില്ല ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന ആയത്ത് എല്ലാ സ്ഥലത്തും മുജാഹിദുകൾ എഴുതി വെക്കുന്ന ആയത്താണ്. പള്ളിയുടെ മുകളിലും എവിടെയൊക്കെ എഴുതാൻ പറ്റും അതൊക്കെ ഉപയോഗപ്പെടുത്തി എഴുതി വെക്കുന്ന ആയത്ത് വഅന്നൽ മസാജിദലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞ ആയത്ത് ഇവർ എല്ലാ സ്ഥലങ്ങളിലും എഴുതി വെക്കാറുണ്ട്. അങ്ങനെ മംഗലാപുരത്ത് വെച്ച് ഹനീഫ കായക്കൊടികൾ എന്ന് പറഞ്ഞ നമ്മുടെ മൗലവി അദ്ദേഹത്തോട് വ്യവസ്ഥ പ്രകാരം എഴുതി, ഈ ആയത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅ നടത്തുന്ന ഇസ്തിഗാസക്ക് എതിരാണ്, ഇസ്തിഗാസ ചെയ്യുന്ന ആളുകൾ കാഫിറാണ്, മുശ്രിക്കാണ് എന്നതിന് ഈ ആയത്ത് തെളിവാണ് എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഒരുപാട് മണിക്കൂറിന്റെ ഇടപെടലിന്റെ ശേഷം അവസാനം ഒരു വ്യവസ്ഥ എഴുതി. ഈ 25-ാം തീയതി സംവാദം നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മുടെ മംഗലാപുരത്തെ പ്രവർത്തകർ വിളിച്ചു പറഞ്ഞു, കായക്കൊടി പറഞ്ഞിട്ടുണ്ട് അത്രേ, പൂനൂർ സംവാദം നടക്കാത്തത് കൊണ്ട് ഈ സംവാദത്തിന് ഞങ്ങളില്ല. അപ്പൊ പൂനൂർ സംവാദം എന്താ അവസ്ഥ? അതാദ്യം അവർ പറഞ്ഞു പൂനൂർ സംവാദം അത് വെള്ളിയോത്ത് എന്ന് പറഞ്ഞ പ്രദേശത്ത് വെച്ചാണ് വ്യവസ്ഥ എഴുതുന്നത്. 2 കൂട്ടർക്കും വിശ്വാസമായ സ്വീകാര്യമായ ഒരു സ്ഥലത്ത് സംവാദം നടത്താനാണ് തീരുമാനിച്ചത്. പിന്നെ അവർ വന്നിട്ട് പറഞ്ഞു ബാലുശ്ശേരിയിൽ ഞങ്ങളെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ തന്നെ നടത്തണം, വാശിയാണ്. നമ്മൾ പറഞ്ഞു 2 കൂട്ടർക്കും സ്വീകാര്യമായ ഒരു സ്ഥലത്ത് നടത്താം. സമ്മതിച്ചില്ല. അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് ആ രക്ഷപ്പെട്ടതിന്റെ പുറമെ ഇപ്പൊ മംഗലാപുരത്ത് വെച്ച് പറയുന്നു എന്ത്, പൂനൂർ സംവാദം നടക്കാത്തത് മംഗലാപുരം സംവാദത്തിന് ഞങ്ങളില്ല. ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല. പൂനൂർ സംവാദം വേറെ, അത് വേറെ. ഇപ്പൊ അവിടുത്തെ പ്രവർത്തകന്മാർ ഒന്നുകൂടി കുടുക്കിയിരിക്കുകയാണ്. എന്നാ പൂനൂരിലെ വിഷയവും മംഗലാപുരത്തെ വിഷയവും 2 കൂടി മംഗലാപുരത്ത് നടത്താൻ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്, വില വിടാൻ പോകുന്നില്ല. ഇപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഒന്നുകൂടി ചിന്തിക്കട്ടെ എന്നാണ്. നിങ്ങൾ ചിന്തിച്ച് പൂർത്തിയാവണം, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇല്ല എന്നിട്ട് നുണപ്രചരണം നിങ്ങൾ നടത്തും, അത് ഞങ്ങൾക്കറിയാമല്ലോ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് തന്നെ കദ്ദാബൂൻ എന്നാണല്ലോ. സയകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂൻ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പച്ചക്കള്ളം പറയുന്നവർ എന്ന വിശേഷണം നിങ്ങൾക്ക് ചേരണമെങ്കിൽ നിങ്ങൾ കളവ് പറയണം, ധാരാളമായി കളവ് പറയണം. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ആലുവ സംവാദം കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഇവർ ഇന്റർനെറ്റിലൂടെ പരസ്യം ചെയ്തു. ആലുവയിൽ സംവാദം കഴിഞ്ഞ് ഏലൂക്കര എന്ന പ്രദേശത്ത് 7 കുടുംബം മുജാഹിദിലേക്ക് നേരത്തെ മാറ്റർ ഉണ്ടാക്കിയതാണ്. അപ്പോ അതിൽ ഇങ്ങനെ എഴുതി, ചാനൽ വഴി ഏലൂക്കരയിൽ സംവാദം കണ്ട് 7 കുടുംബം മുജാഹിദായി. ഈ കുന്നത്തേരി എന്ന് പറയുന്ന സ്ഥലത്താണ് വാദപ്രതിവാദം നടക്കുന്നത്. അതിന്റെ 8 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലമാണ് ഏലൂക്കര എന്ന പ്രദേശം. ഈ പ്രദേശത്തെ ജനങ്ങൾ ചാനലിലൂടെ, പ്രാദേശിക ചാനലിൽ സംവാദം പ്രക്ഷേപണം ചെയ്തിരുന്നു. ആ ചാനലിലൂടെ സംവാദം കണ്ടിട്ട് മുജാഹിദായി.
പറയുമ്പോ ശ്രദ്ധിച്ചില്ല. ഏലൂക്കര എന്ന പ്രദേശത്തേക്ക് ഒരു ചാനലും ആ സംവാദം പ്രക്ഷേപണം ചെയ്തിട്ട് പോലുമില്ല. അതാണ് സംഭവം. എന്നിട്ട് ഇവരെങ്ങ് വെറുതെ പൊട്ടിച്ചു കളഞ്ഞു. ആളുകൾ എന്ത് ചെയ്തു എന്നറിയോ? നമ്മളെ പിന്നെ പ്രത്യേകം വിളിച്ച് ആ പ്രദേശത്ത് തന്നെ ഒരു വലിയ സ്വീകരണം തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രദേശത്ത് ഒരു പൂച്ചക്കുട്ടി പോലും മുജാഹിദായിട്ടില്ല. മുജാഹിദായി എന്ന് പേര് കൊടുത്തൊരു പാവം മനുഷ്യനുണ്ടായിരുന്നു. അയാൾ അടുത്ത ദിവസം ഫോൺ ചെയ്യാണ്, അതെ എന്റെ പേര് നെറ്റിൽ കണ്ടു എന്നാ തോന്നുന്നത്, ഞാൻ മുജാഹിദായിട്ടില്ല എന്നല്ല, നിങ്ങളെ സംവാദം തന്നെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. വേറെ 2 എണ്ണത്തിന്റെ പേര് കൊടുത്തിരുന്നു. അവരിവിടെ 10 കൊല്ലം മുമ്പ് എന്നെ മുജാഹിദാണ് എന്നാണ്. അത് നല്ല സുഖ. ആലുവ സംവാദം കൊണ്ട് മുജാഹിദായവർ 1 ഹനീഫ കായക്കൊടി, 2 മുജാഹിദ് ബാലുശ്ശേരി, അങ്ങനെ കൊടുക്കാൻ നമ്പർ ഇട്ട് നിങ്ങളെ ഈ തോന്നിവാസം ജനങ്ങൾ വിശ്വസിക്കുമെന്നാണോ മനസ്സിലാക്കുന്നത്? ഞാൻ പറയും, ഇപ്പൊ പൂരൂർ സംവാദത്തെ കുറിച്ച് നെറ്റിലൂടെ പ്രചരണം എന്താണ്? പുതിയ ആയത്ത് കിട്ടാത്തത് കാരണം അസ്തനിമാർ ഒളിച്ചോടി. എത്ര ആയത്താണ് നിങ്ങൾക്ക് വേണ്ടത്? ധൈര്യമുണ്ടെങ്കിൽ വരൂ, ഞങ്ങൾ കാണിച്ചു തരാം. ആയത്ത് 6666 ആയത്തും സകല ഹദീസുകളും അഹ്ലുസുന്നയുടെ തെളിവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളത് തിരിച്ചറിയണം. നമ്മൾ വ്യവസ്ഥയിൽ തന്നെ അവരോട് പറയാറുണ്ട്, എല്ലാ ആയത്തും ഹദീസും നോക്കി വെച്ചോളൂ, ഏതെങ്കിലും ഒരു ഹദീസും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, ഏതും പറയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇപ്പോ ഇവര് പുതിയ വെല്ലുവിളി എന്ന രൂപത്തിലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ വിടുന്നില്ല, ഏത് പ്രദേശത്തും നിങ്ങളെ കൂടെ ഉണ്ടാകും എന്ന് മുജാഹിദുകൾ അറിയിക്കുകയാണ്. പക്ഷെ നുണപ്രചരണം നിങ്ങൾ നടത്തണം. കാരണം അത് നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്, തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ്. കാരണം ഞങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കദ്ദാബൂൻ എന്നാണ്, പച്ചക്കള്ളം പറയുന്നവർ എന്നാണ്. അത് നിങ്ങൾക്ക് തന്നെയാണ് യോജിച്ചത്. അതുകൊണ്ട് കളവ് നന്നായി പറയണം തീർച്ചയായും. ഇപ്പോ ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായി ചോദ്യം വരുമ്പോൾ ഞാൻ വിശദീകരിക്കും. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഓരോ കാലഘട്ടം തീരുമ്പോഴും അഹ്ലുസുന്നയുടെ അസയ്യത തെളിഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഏറ്റവും അവസാനമായി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം നമ്മുടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈസാ നബി വരുന്നത് എന്തിനാ? ഈസാ നബി അലൈഹിസ്സലാം വരുന്നത് ദജ്ജാലിനെ കൊല്ലാനാണ്. പോരാ, മറ്റു ചില ദജ്ജാലുകളുണ്ട്, അവരെ ആശയത്തെ തകർക്കാൻ കൂടിയാണ് ഈസാ നബി അലൈഹിസ്സലാം വരുന്നത്. അങ്ങനെയാണ് ദജ്ജാലിനെ കൊല്ലുന്നതോടൊപ്പം ചെറിയ ദജ്ജാലുകളുടെ ആശയത്തെ തകർക്കാൻ. ഏതാണ് ഈ ചെറിയ ദജ്ജാലി? സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂൻ എന്ന് പറഞ്ഞ ദജ്ജാലികളുടെ ആശയം അത് തകർക്കാനാണ് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം വരുന്നത്. അതാണ് ദജ്ജാലിനെ കൊന്ന ശേഷം നേരെ റൗദ ഷരീഫിലേക്ക് നിങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ ഹദീസ് ദഈഫാണെന്ന് പറയാൻ, ഈ ഹദീസിലുള്ള പരമ്പരയിലുള്ള ആളുകൾ ബലഹീനരാണെന്ന് സമർത്ഥിക്കാൻ മുജാഹിദിന്റെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ? വളരെ വ്യക്തമായി ആലുവ സംവാദത്തിൽ നമ്മൾ ഉദ്ധരിച്ചു. ഏറ്റവും ഒടുവിൽ തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മഹാനായ നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ആ ഈസാ നബി ഇവിടെ തൗഹീദ് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് കുറെ ആളുകൾ ഇസ്ലാമിന്റെ തനതായ ആശയത്തെ വികലമാക്കിയിട്ട് ഇസ്തിഹാസ ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ആശയത്തെ തകർക്കണം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഈസാ നബി നേരെ റൗദ ഷരീഫിലേക്ക്. അപ്പൊ മുജാഹിദിങ്ങനെ നോക്കും, എങ്ങോട്ടാ ഈസാ നബി പോകുന്നത്? അപ്പൊ റൗദ ഷരീഫിലേക്കാ. അപ്പോഴേക്ക് അവർ തോന്നി ഈ പോക്ക് ശരിയല്ല, കാരണം റൗദ ഷരീഫിലേക്ക് പോയാൽ തന്നെ ചെറുക്കാന്നാണ് ഒരു അഭിപ്രായം. എന്നിട്ട് നേരെ വരികയാണ് ഈസാ നബി അലൈഹിസ്സലാം. വിളിക്കുകയാണ് റസൂലുള്ളാഹിനെ, ലൈൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇല്ല മുജാഹിദുകളെ, നിങ്ങളുടെ ഏത് തലതൊട്ടപ്പൻ മൗലവി ഗവേഷണം നടത്തിയാലും മറുപടി പറയാൻ കഴിയില്ല. ഇപ്പൊ സക്കരിയ സലാഹിയെ കൊണ്ട് മറുപടി എഴുതിക്കാണ്. ഞങ്ങൾ പറഞ്ഞു വെറുതെ നോട്ടിൽ എഴുതി അയാളെ സമയം കളയണ്ട, നേരെങ്ങോട്ട് തരൂ ആ സാധനത്തെ, ഞങ്ങൾ കൈകാര്യം ചെയ്തു തരാം. നാളെ തീവ്രവാദമായി പ്രസംഗിച്ചു എന്ന് പറയേണ്ട, ആശയപരമായി കൈകാര്യം ചെയ്യുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. പറയാത്തതാണ് ഇവർ മനസ്സിലാക്കാം. ഞാൻ പറയുന്നത്, അദ്ദേഹം ഇസ്ലാഹിന് ലേഖനം എഴുതി ഇപ്പൊ പറയുന്നത്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് യാ റസൂലല്ലാഹ് ഞങ്ങളും വിളിക്കലുണ്ട്. പിന്നെന്തിനാ ഞങ്ങളെ കുറ്റം പറയുന്നത്? പുതിയ ഇസ്ലാഹിന്. അതുപോലെ വിചിന്തനത്തിന് മുമ്പിൽ പറയുന്നത്, ഒരാൾ ആകാശത്ത് പോയി വന്നാ പിന്നെ റസൂലുള്ളാഹിനെ ഇസ്തിഹാസ ചെയ്തതിന് കുഴപ്പമില്ല.
അവ ചിറുക്കും ചിറുക്കല്ലാത്തതുമായി വ്യത്യാസപ്പെടുന്നത് ഇവിടെ. ആകാശത്ത് പോയി ഇറങ്ങി വന്ന ആൾക്കൊരു ചിറുക്ക് വേറെ, ദുനിയാവിൽ തന്നെ നിൽക്കുന്ന ആൾക്കൊരു ചിറുക്ക് വേറെ. ഇതെന്ത് ചിറുക്കാണ് മുജാഹിദുകളെ, ഞങ്ങൾക്ക് തിരിയുന്നില്ല. അതെന്താ അവർ പറയാൻ കാരണം എന്നറിയോ? പറയാൻ കാരണം ഈസാ നബി അലൈഹി സ്വലാം ആകാശത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയി ഇസ്തിഗാസ ചെയ്യാണ്. അങ്ങനെ ഇസ്തിഗാസ ചെയ്യുമ്പോൾ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തെ ഉദ്ധരിക്കുമ്പോ മുജാഹിദ് കുടുങ്ങി അവസാനം പറഞ്ഞു, അത് ആകാശത്ത് പോയി ഇറങ്ങി വന്ന അങ്ങക്കും ചെയ്യാം, അത് ഇവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റൂല. ഇങ്ങനെയുണ്ടോ ഒരു ശിർക്ക്? അതുപോലെ വേറൊരു രസകരമായ മറുപടി ഇപ്പൊ പുതിയ എഴുതിയിട്ടുണ്ട്, അത് ഈസാ നബി അല്ലേ. നല്ല രസമായിട്ടുണ്ട്. ഇക്കാലം വരെ മുജാഹിദുകൾ ചോദിച്ച ചോദ്യം എന്താണ് നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു പ്രവാചകൻ കഴിഞ്ഞുപോയ പ്രവാചകനോട് വിളിച്ചു നേടിയിട്ടുണ്ടോ? അപ്പോഴാ ഈസാ നബി തേടിയ സംഭവം അത് ഈസാ നബി അല്ലേ. എന്താണ് ഇതിന്, എങ്ങനെയാണ് ഇതിനെ ചികിത്സിക്കേണ്ടത്? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രവർത്തനം മുജാഹിദുകൾ നോക്കി നിൽക്കും. അപ്പൊ നേരെ ഖബറിന്റെ സമീപത്ത് വരും, വിളിക്കുകയാണ് യാ റസൂലല്ലാഹ് യാ മുഹമ്മദ്. ഈ ചോദ്യം എന്തിനാ? ഇവരെ റൂഹുൽ മആനിയിൽ ആലൂസി പറയാണ്, റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് നേരെ ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് റൗദാ ശരീഫിന് പോകുന്നത് എന്നാ. എന്നിട്ട് റൗദാ ശരീഫിൽ വന്നിട്ട് എല്ലാ ഇൽമും നേരെ ഖബറിൽ നിന്ന് ചോദിച്ചു പഠിക്കാൻ. അപ്പൊ മുജാഹിദ് പറയും, ഈസാ നബിന്റെ കൂടെ നമ്മക്ക് പോവാൻ പറ്റൂല കേട്ടോ. കാരണം എന്താ, മൂപ്പര് കുബൂരിയാ. റൗദാ ശരീഫിൽ വന്ന് ഇസ്തിയാസ ചെയ്യുന്ന ആളാണ്, മൂപ്പര് കുബൂരിയാണ്, നമ്മൾ അംഗീകരിക്കൂല. അതേ സമയത്ത് പറ്റിയാണ് ദജ്ജാലാണ്. കാരണം നേരത്തെ ഫൈസൽ അസ്സരി പറഞ്ഞല്ലോ, ദജ്ജാല് അള്ളയാണെന്നാ വാദിക്കുന്നത്. അതിന്റെ കാരണം എന്താ? മരിച്ചവരെ ജീവിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്നത് എന്തായാലും അള്ളാഹുവിന്റെ അടയാളമായി മുജാഹിദ് പറയുന്നതാണ്. കാരണം മരിച്ചവരെ ജീവിപ്പിക്കാൻ അല്ലാഹ്ക്കേ കഴിയുമെന്നാണ് മുജാഹിദിന്റെ വാദം തന്നെ. അപ്പൊ ദജ്ജാൽ ഇങ്ങനെ വന്നിട്ട് അല്ലാഹു തആലയാണ് ഞാനിതാ മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്ന് പറയുമ്പോ എല്ലാ മുജാഹിദും വന്ന് ദജ്ജാലിനെ സ്വീകരിക്കേണ്ടി വരും. കാരണം അത് അല്ലാഹു ആണെന്ന് നേരത്തെ പഠിപ്പിച്ചു കൊടുത്തല്ലോ. പിന്നെ കയ്യും കാലുണ്ട് എന്ന് നേരത്തെ അല്ലാഹ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. അങ്ങനെ ദജ്ജാലിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ മുഹിയത്തീൻമാലയുമായി വരും. എന്നിട്ട് പാടും, ദജ്ജാലേ നീ അല്ലാഹു അല്ല, നീ അള്ളയാണെന്നുള്ളതിന് എന്താ തെളിവ്? ഈ മരിച്ചവരെ ജീവിപ്പിക്കുന്നു, മഴ വർഷിപ്പിക്കുന്നു. നിങ്ങൾ ഞങ്ങളോട് പറയേണ്ട, മുജാഹിദുകളോട് വേണമെങ്കിൽ പറഞ്ഞോ, ഇതൊന്നും അള്ളയാണെന്നുള്ളതിന്റെ ദലീലല്ല. എന്തുകൊണ്ട്? ഞങ്ങളെ ശൈഖ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ചത്താചാകത്തിന് ജീവൻ നീടിച്ചോവർ ചാകും കീലെ ശത്ത നന്നാക്കി വിട്ടോവർ. അപ്പൊ മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾ തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അള്ള കഴിവ് കൊടുത്തപ്പോ കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞ് ദജ്ജാലിനെ പ്രതിരോധിക്കണമെങ്കിൽ അഹ്ലുസുന്നയിൽ വിശ്വസിക്കണം, അല്ലാത്തവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് മുജാഹിദുകളെ, ദജ്ജാൽ വരുമ്പോ നിങ്ങൾ ദജ്ജാലിന്റെ കൂടെ പോവേണ്ടി വരും, അഹ്ലുസുന്ന ഈസാ നബിയുടെ കൂടെ ഉണ്ടാകും. എന്താണ് നിങ്ങൾക്കതിന് പറയാനുള്ള മറുപടി? അള്ളാഹുവിന്റെ ഹബീബ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറയുന്നത്, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം എന്റെ റൗദയുടെ സമീപത്ത് വന്ന് എന്നെ വിളിക്കുമ്പോ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്ത് മറുപടി പറഞ്ഞിട്ടും കാര്യമില്ല. എന്ത് മറുപടി പറഞ്ഞാലും കുടുങ്ങിപ്പോവും. ഈസാ നബി അല്ലേ എന്നുള്ളത് മറുപടിയാവൂല. ഞങ്ങളെ തെളിവ് കൂടാ ചെയ്യാ. അമ്പിയാക്കൾ ശിർക്ക് ചെയ്യുമോ? ഇല്ല. അമ്പിയാക്കളെ പ്രവർത്തനം ഞങ്ങൾക്ക് മാതൃകയാണ്. ഏത് മറുപടിയാ പറയാനുള്ളത്? ഹദീസ് ദഈഫാക്കാൻ നോക്കി, ഹദീസ് ദഈഫാക്കാൻ നോക്കിയിട്ട് ഇപ്പൊ മൗലവിമാരെന്നെ തല്ലാം. ഒരു സ്ഥലത്ത് പറയുന്നു ഹദീസ് സ്വീകാര്യമാണ്, പക്ഷേ തെളിവല്ല. വേറൊരു സ്ഥലത്ത് ഹദീസിന് ന്യൂനതകളുണ്ട്, അത് സ്വീകാര്യമല്ല. ഒരേ ലേഖനത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം. സക്കറിയാ സലാഹി നമ്മളൊന്ന് പേടിപ്പിച്ചു. ആദ്യത്തെ ലക്കത്തിൽ എഴുതി, ഇനി ഇതിന്റെ സനദിന്റെ പ്രശ്നം ഞാൻ അടുത്ത ലക്കത്തിൽ പറയും. അതിനുശേഷം 2 ലക്കം ഇറങ്ങി. മൂപ്പരായി മിണ്ടാട്ടേല്ല, മിണ്ടാട്ടം തന്നെ ഇല്ല. കാരണം പറയാൻ കഴിയില്ല നിങ്ങൾക്ക്. നിങ്ങളെ അൽബാനിയ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് ഇസ്നാദ് ഹൂജ എന്നുന്ന അത് ഏറ്റവും നല്ല പരമ്പരയാണ്. ഇതിനെ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല. അപ്പൊ അവരിങ്ങനെ തെരഞ്ഞു നോക്കിയപ്പോ അഹ്മദ് ബിൻ ഈസ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അപ്പൊ ഏതോ ഒരാള് അഹ്മദ് ബിൻ ഈസയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ട്. അപ്പൊ പറഞ്ഞു, അഹ്മദ് ബിൻ ഈസ എന്ന ആള് ഹദീസിലുണ്ട്, അതുകൊണ്ട് ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. അപ്പോഴേക്ക് നമ്മളെ സലാംസുൽ ശബാബിൽ എഴുതി, എന്ത് അഹ്മദ് ബിൻ ഈസ ദഈഫ നിങ്ങൾ പറഞ്ഞോ? ആ അനീഫ മൗലവിക്കിപ്പോ ഏറ്റവും കൂടുതൽ മറുപടി എഴുതുന്നത് റിസാലി സുന്നി വൈസൊന്നല്ല, ശബാബാണ്. 6 or 7 ലക്കായി മൂപ്പർ തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇടവണ്ടയിൽ അടുത്ത് പ്രസംഗിച്ചപ്പോൾ മൂപ്പർക്ക് നമ്മൾ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. കാരണം വളരെ നന്നായി കായക്കൊടി മൗലവിയെ പിടിച്ച് കുലുക്കുന്നുണ്ട് മൂപ്പരുടെ ലേഖനങ്ങൾ. അത് ഇവരുടെ ലേഖനത്തിൽ തെളിഞ്ഞു കാണുന്നുമുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇവിടെ
നിങ്ങൾ ഈ ഹദീസിൽ അഹ്മദ് ബിൻ ദഈഫാണെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുക? ബുഖാരിയിൽ ഒരുപാട് സ്ഥലത്തുള്ള ആളല്ലേ, മുസ്ലിമിലുള്ള ആളല്ലേ, പിന്നെ എങ്ങനെ നിങ്ങൾ ബലഹീനനാണെന്ന് പറയും? മുപ്പര് പറയും ഞാനിത് പണ്ടേ പറയുന്നുണ്ട്. മുപ്പര് പിന്നെ ബുഖാരിയിൽ ദഈഫുണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് സുല്ലബി. പണ്ട് കാലത്തെ മുപ്പരത് പറയാറുണ്ട്. ദഈഫ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. 60 ഹദീസ് ദഈഫാണ് ആ ബുഖാരിയിൽ. നിങ്ങൾക്ക് എന്താ നഷ്ടപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം തന്നെ. അന്ന് ഇവരെഴുതി അത് തെറ്റാണ്, ബുഖാരി മുഴുവൻ സ്വീകാര്യമാണ്, ബുഖാരിയുടെ റിപ്പോർട്ടറായി ഒരാൾ വന്നാൽ അദ്ദേഹത്തെ തള്ളാൻ പാടില്ല എന്നും അദ്ദേഹത്തെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ തന്നെ ആക്ഷേപിച്ചവൻ പുറത്താകുന്നല്ലാതെ ഈ റിപ്പോർട്ടർമാർക്കൊന്നും പറ്റൂല. ഇതൊക്കെ സുല്ലമിക്ക് മറുപടി എഴുതിയതാ. ഇപ്പൊ സുല്ലമി ചോദിക്കാണ്, ഇപ്പൊ എങ്ങനെയുണ്ട്, നമ്മളെ പാർട്ടിക്ക് വരേണ്ടി വന്നില്ലേ, അഹ്മദ് ബിൻ ദഈഫാണെന്ന് പറയേണ്ടി വന്നില്ലേ? എന്താണ് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? ഞങ്ങളുടെ തീരുമാനം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും തന്റെ മശായിഖന്മാരുടെ കൂട്ടത്തിൽ, തന്റെ ഉസ്താദുമാരുടെ ഗണത്തിൽ, തന്റെ ആ ഗുരുവര്യന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മഹാന്മാരെ ബലഹീനരാക്കാനുള്ള ശ്രമം ഒരു കാലത്തും അംഗീകരിച്ചു തരുന്ന പ്രശ്നമേ ഇല്ല. കിതാബുകൾ കട്ടുമുറിച്ച് വായിച്ചാൽ അത് പിടികൂടും. അതിനുവേണ്ടി തന്നെയാണ് മംഗലാപുരത്തും പൂരൂരുമൊക്കെ സംവാദത്തിന് വേണ്ടി വ്യവസ്ഥ എഴുതിപ്പിച്ചത്. പക്ഷേ മുജാഹിദുകളെ എങ്ങനെ നോക്കിയിട്ടും കാണാനില്ല എന്നതാണ് ഇപ്പോൾ പുതിയ അവസ്ഥ. അതുകൊണ്ട് വെല്ലുവിളി തുടരുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നയുടെ അജയ്യത ആ ഒരുപാട് തെളിവുകളുടെ കൂട്ടത്തിലായി ഞങ്ങൾക്ക് പറയാനുള്ളത് അഹ്ലുസുന്നയുമായി ബന്ധപ്പെട്ട വിഷയം ഇതാണ്. ഇത് തെളിയിക്കാൻ ഞങ്ങൾ ഈ സദസ്സിലേക്ക് ഒന്നുകൂടി ക്ഷണിക്കുകയാണ് എന്ന് ഈ സമയത്ത് മുജാഹിദുകളോട് ഇപ്പോ അത് പറയാനുള്ള കാരണം അങ്ങനെയാണ്. ഏറ്റവും പുതിയ വിഷയമാണല്ലോ. ഈ ഹദീസിന് വേണ്ടി ഒരുപാട് മറുപടികൾ എഴുതി നോക്കുന്നുണ്ട്, ഒന്നും എവിടേക്ക് എത്തുന്നില്ല, ഒക്കെ വൈരുദ്ധ്യമായി പോവുകയാണ്. ആ രൂപത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അസയ്യത തെളിഞ്ഞുകൊണ്ടിരിക്കുമ്പോ മുജാഹിദുകൾ എളിഭരായി പോവേണ്ടി വരുമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഇനി ചോദ്യകർത്താക്കള് നമ്മുടെ സുന്നികളായ ആളുകൾ ആരായാലും ശരി, അഹ്ലുസുന്നയുമായി ബന്ധപ്പെട്ട